ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. അസുരന്മാരുടെ ചെയ്തികളെക്കുറിച്ച്, ആ അസുരന്മാരെയാണ് ഇവിടെ മന്ദബുദ്ധികളെന്നും ആത്മഹന്താക്കളെന്നും ഇങ്ങനെ പല പേരുകൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരാൾ സംശയം ചോദിക്കുക ഈ മന്ദബുദ്ധിയുടെ കാര്യം പറയുമ്പോൾ, നോക്കൂ, നമ്മളെ സമൂഹത്തിൽ നാം മന്ദബുദ്ധി എന്ന് പറയുന്നത് ആരെയാണ്? അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മന്ദബുദ്ധികളുടെ ലക്ഷണങ്ങൾ, അവരെന്താണോ അവരുടെ ചിന്ത, അവരുടെ പ്രവൃത്തി, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള, ബുദ്ധിയുടെ വൈകല്യങ്ങളുള്ള ആളുകളെക്കുറിച്ചല്ല. ഇവർക്ക് ബുദ്ധിയുടെ വൈകല്യങ്ങളുണ്ട്. കാഴ്ചയിൽ നമ്മൾ ഇവരെക്കുറിച്ച് മാന്യന്മാരെന്നും സമൂഹത്തിൽ വളരെ പ്രിയപ്പെട്ടവരെന്നും ഒക്കെ കരുതാം, അല്ലാതെയൊക്കെ ഉണ്ട്. ഗീത നമ്മളോട് ഈ ലക്ഷണങ്ങൾ പറയും. അപ്പോൾ അവരെന്താണ്? ഞാൻ ഇന്നെന്ന ആൾ, എനിക്കിതാ ഇന്നതൊക്കെ കിട്ടി, ഞാൻ ഇന്നെന്ന ആളുകളെയൊക്കെ, എനിക്കെതിരായി നിന്നവരെയൊക്കെ ഞാൻ വകവരുത്തിയിട്ടുണ്ട്, നാളെ ഞാൻ എനിക്കെതിരായി നിൽക്കുന്നവരെയൊക്കെ വകവരുത്തും, ഞാൻ അർമാദിക്കും, ഞാൻ തന്നെ ഈശ്വരൻ, ഞാൻ യജ്ഞം നടത്തും, ഞാൻ യാഗം നടത്തും, ഞാൻ ദാനം കൊടുക്കും, നീ ആരടാ ചോദിക്കാൻ? ഇതൊക്കെയാണ് ഇവരുടെ ഇടപാടുകൾ. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. തുടർന്ന് ഈ വിദ്വാൻമാർ അകപ്പെട്ടിരിക്കുന്ന ഇവരുടെ എന്താ പറയുക, ഏടാകൂടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയാണ്. ഇവർ ആരാണ്? നമ്മൾ ഈ നരകം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറയുകയാണ് ഇവരെങ്ങനെയൊക്കെയാണ് പെട്ടിരിക്കുന്നത്, ഇവരുടെ നരകവാസം എന്താണ് എന്നൊക്കെ ഉള്ളത്. 16-ാമത്തെ ശ്ലോകത്തിൽ, 16-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം. അനേക ചിത്ത വിഭ്രാന്താഃ മോഹാജാല സമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അനേക ചിത്തവിഭ്രാന്താഃ, അനേകം എണ്ണിയാലൊടുങ്ങാത്ത വിഭ്രാന്തികൾ, മനസ്സിൻ്റെ വിഭ്രാന്തികൾ. അതെത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടും ഒന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത അനേക ബഹവഃ ചിത്തവിഭ്രാന്താഃ മോഹാജാല സമാവൃതാഃ. മോഹാജാലം, തെറ്റിദ്ധാരണയാകുന്ന വല, അതിൽ അകപ്പെട്ടിരിക്കുന്നവരാ. ആരാ ഇവൻ്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ മൃഷ അധർമ്മസ്യ ഭാര്യാസീത്. അപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് മുമ്പും അവിടെ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ മോഹാജാല സമാവൃത, അനേകം തെറ്റിദ്ധാരണയാകുന്ന ആ വലയ്ക്കകത്താണ് ഇവർ പെട്ടിരിക്കുന്നത്. എങ്ങനെയാണോ മത്സ്യങ്ങളെയൊക്കെ വലയ്ക്കകത്ത് പെടുത്തുന്നത്, മറ്റു പലതിനെയും നമ്മൾ വലയിട്ട് പിടിക്കുമല്ലോ. കുമ്പളങ്ങി നൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഇയാളെ വലയിട്ട് പിടിക്കുന്നുണ്ട്, അവസാനം അറ്റ കൈ. അതേപോലെ ഇവർ സ്വയം ഇവരുടെ ഒരു വലിയ മോഹാജാലമാകുന്നു. മോഹാജാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലയാണ്. ആ വലയിൽ സമാവൃതാഹ, തെറ്റിദ്ധാരണയാകുന്ന വലയിൽ പെട്ടിട്ടുള്ള ഇവരിൽ കാമഭോഗേഷു, ഇന്ദ്രിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ അനുഭവിക്കുന്നതിൽ പ്രസക്താഹ, അതിൽ ആ പ്രകർഷേണ സക്താഹ, അതിലങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ട് വേറെ ഒരു ഇടപാടുമില്ല. അപ്പം അങ്ങനെയുള്ള അവർ അശുചൗ, ശുചിത്വമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള നീതിയോ ധർമ്മമോ ഇതൊന്നുമില്ലാത്ത, അശുചൗ എന്ന് പറഞ്ഞാൽ അതാണ് ശുചിത്വമില്ലാത്ത, വൃത്തികേടായിട്ടുള്ള നരകെ പതന്തി, നരകത്തിൽ പതിക്കുന്നു. ആരാണ് നരകത്തിൽ പതിക്കുന്നത്? ഇവരാണ് നരകത്തിൽ പതിക്കുന്നത്. എന്താണ് നരകം? ഇതന്നെയാണ്. ഇത് ചിലപ്പോൾ നഗരത്തിൽ നിങ്ങൾക്ക് ഈ നരകത്തെ കാണാം. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ, എന്താണ്
എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയായി പോയത്? അതെ, ഈ ജാലത്തിൽ, ഏത് ജാലത്തിൽ? ജാലം എന്ന് പറഞ്ഞാൽ വല എന്നാണ്. ഇന്ദ്രജാലം അത് വേറൊരു വലയാണ്, മോഹവലയം. എന്തുകൊണ്ടാണ് ഇതിന് ഈ വലയ്ക്ക് ജാല എന്ന് പേര് വന്നതെന്ന്? ജലത്തിൽ എറിയുന്നത് കൊണ്ടാണ് ഇതിന് ജലേ ക്ഷിപ്യതേ ഇതി ജാല എന്ന്. എന്തിന്? മത്സ്യം പിടിക്കാൻ വേണ്ടി. അപ്പം ഇതിവിടെ മോഹാജാല സമാവൃത, മോഹമാകുന്ന വലയിൽ പെട്ടിരിക്കുന്നവരാണിവർ. ഇവർക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ആരെ ഈ വല ഇട്ടത്? ഇവർ തന്നെ ഇട്ടതാ. നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടല്ലോ, ധ്യായതോ, ധ്യാനിക്കുന്നു. എന്തിന്? വിഷയങ്ങൾ. എന്നിട്ട് തേഷു സംഘഹ ഉപജായത, അങ്ങനെ പോയി ആ വലയിൽ വീഴുകയാണ്. രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? നാരദർ ചോദിക്കും, കസ്തരതി കസ്തരതി മായാം. ആരാണ് ഈ മായാവലയിൽ? മായാജാലം. മായാജാലം എന്ന് പറഞ്ഞാൽ ഈ വലയാണ്. ആരാ ഇതിൽ നിന്ന് മോചിതരാകുന്നത്? ആർക്കാണ് ഇതിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുക? യഹ മഹാനുഭാവം സേവത്തെ. ആരാണ് മഹാനുഭാവനെ സേവിക്കുന്നത്? ഗുരുക്കന്മാർ. ഇപ്പം രാമകൃഷ്ണദേവൻ പറയുക, ഈ മുക്കുവൻ വലയിടുമ്പോൾ ഈ വിവേകികളായിട്ടുള്ള മത്സ്യങ്ങൾ മുക്കുവൻ്റെ കാലിൻ്റെ പരിസരത്ത് അങ്ങനെ വട്ടട്ട് കളിക്കുന്നു, ഓടിപ്പോവാതെ. ഭയപ്പെട്ട് ഓടുന്നവനൊക്കെ വലയ്ക്കകത്താവും. അവിടെ ശരണാഗതരായവരൊക്കെ രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഉദാഹരണമാണ്. ആ വലയ്ക്കകത്താവുന്ന പോലെ ഇത് സ്വയം തീർക്കുകയാണ് ഈ വല, മോഹജാലം. ഇങ്ങനെ എന്തൊക്കെ വലകൾ നമ്മൾ തീർത്തിട്ടുണ്ടെന്ന്. ഇപ്പോഴും ഓരോരോ വലകളിൽ പോയി ആളുകൾ ഈ വല ഭയങ്കര പ്രയോഗമാണിത്. ഈ എട്ടുകാലിയൊക്കെ തീർത്തിരിക്കുന്ന വല പോലെ ഇന്ന് എന്തൊക്കെ വലകളാണ്, പല പല വലകൾ. ഇപ്പം നമ്മൾ ടെലിഫോണൊക്കെ ആർക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ മെസ്സേജ് വരുന്നത് എന്താ? നിങ്ങൾക്ക് ഇന്നെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെന്ന ഫോണുകൾ വരാം, അപ്പോൾ അതിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇതൊക്കെ വ്യാജമാണ്. അതെ, IT, ED, ഇൻകം ടാക്സ്, ED, പിന്നെ കോടതി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നമ്മളെ വിളിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി വീണു കൊടുത്താലോ? ആരൊക്കെ പോയി വീഴുന്നു? ശരിയാവാൻ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിലുകൾ വരും. ഏതൊക്കെ ജാതി ഇമെയിലുകൾ പതിവായിട്ട് നമുക്കും വരുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടാവും. ഒരു സ്ഥിരം പാറ്റേണുള്ള ഒന്നുണ്ട്. ഞാനൊരു നാളാണ് വിദേശത്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വല്ല ആഫ്രിക്കയിലോ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ഇംഗ്ലണ്ട് അവിടെ എവിടെ എന്നൊക്കെ പറയും, ഏതെങ്കിലും രാജ്യമാവാം. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ആരെങ്കിലും ആയിരിക്കും. ഇത്ര $1,00,000 $1,000,000 കോമ്പൻസേഷൻ കിട്ടി. ഞാനിനി ഒറ്റയ്ക്ക് ഇതുമായിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് എന്തെങ്കിലുമൊക്കെ നാടിനെ സേവിക്കണം എന്നുണ്ട്, ചാരിറ്റി ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമ്മൾ താല്പര്യമുണ്ട് എന്നും പറഞ്ഞ ഒരു റിപ്ലൈ കൊടുത്താൽ മതി, മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ ഇന്ന് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും. പിന്നെ ആട്, മാഞ്ചിയം, ആമ, വെള്ളിമൂങ്ങ, ഇതൊക്കെ നാട്ടിലില്ലേ? ഇപ്പോഴും തകൃതിയായിട്ട് നടക്കുന്നില്ലേ? ജ്യോതിഷം, വാസ്തു, ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. വേറെയുണ്ട് ഇതിൽ യജ്ഞം, യാഗം, എന്തൊക്കെ തട്ടിപ്പ്. ഏതൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുക, എന്നെ ഒന്ന് പറ്റിക്കൂ എന്നും പറഞ്ഞിട്ട് മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കും? നമുക്ക് എന്തുകൊണ്ടാണ് സിമ്പിളായിട്ട് നമുക്ക് വേണ്ടതിനെക്കുറിച്ച് നമുക്ക് ഒരു ചിന്ത ഇല്ലാത്തത്?
എൻ്റെ ശക്തി എത്രയാണ്, എൻ്റെ വരുമാനം എത്രയാണ്, ഒരു ലോട്ടറി ഒക്കെ എടുക്കാം, ഓക്കെ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കുക. ഇത് ഞാൻ എൻ്റെ 10 രൂപ പോയാലും ഇത് ചിലപ്പോൾ സർക്കാരിനൊരു നല്ല കാര്യത്തിനും കൂടെയാണ് ഇതിൻ്റെ, പോട്ടെ, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കിട്ടിയാലോ, കിട്ടി, ഇത് തന്നെ, കുഴപ്പമൊന്നുമില്ല, അതിനും പോണ്ട. സ്ഥിരമാക്കുന്നവരുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പോയിട്ട് ലോട്ടറി എടുക്കുന്ന വിദ്വാന്മാരുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ ജില്ലയിൽ പോകുമ്പോൾ അവരോട് പറഞ്ഞ് ഏൽപ്പിക്കും, നീ അവിടുന്ന് എനിക്കൊരു ലോട്ടറി എടുത്ത് തരണം, ഇവിടുന്ന് തരണം, ഇവിടുന്ന്. ഇതെല്ലാം എന്താണ്? ഈ മോഹാജാലമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഏന പ്രകാരേണ എന്ത് കിട്ടണം? കാശ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് തുടർന്ന് ഭഗവാൻ പറയുന്നു, ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേനാ വിധിപൂർവകം. ഇവന്മാരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് വിസ്തരിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അക്ഷരം പ്രതി നമുക്കിങ്ങനെ കാണാം. ഈ ആളുകളെ എക്കാലത്തെയും ആളുകളെ വരച്ചു വെച്ചിരിക്കുന്നതാണ് ഭഗവത്ഗീത. ഇതിലൂടെ എന്താ പറയുന്നത്? ആത്മസംഭാവിതാഹ, താൻ യോഗ്യനാണ് എന്നങ്ങോട്ട് ഭാവിക്കുക. താൻ സംഭവമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇവർക്ക് പല ഈ പബ്ലിക്കായിട്ടുള്ള ഇതിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ആത്മസംഭാവിതാഹ സ്തബ്ധാഹ, സ്തബ്ധാഹ എന്ന് പറഞ്ഞാൽ ഒരു 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 വഴക്കമില്ലാത്തവർ, ഒരു ഭയങ്കര ടഫാണ് ആൾ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല. അതാണ് പലരുടെയും സംശയം. കഷ്ടകാലത്തിന് ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, ഇവരിങ്ങനെ ചുറ്റും നോക്കുകയാണ്, അവിടെ ഇവിടെയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. സാർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല. അതുകൊണ്ട് സ്തബ്ധാഹ, യാതൊരു വഴക്കവും ഇണക്കവും തഴക്കവും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. ഒരു പെരുമ്പാമ്പ് വലിയ ആട്ടുംകുട്ടിയെ വിഴുങ്ങിയ പോലത്തെ അവസ്ഥയിലാണ്. ധനമാനമദാന്വിതാഹ, ധനമുണ്ട്, അതിൻ്റെ മാനം വലിയ കാര്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള അവർ തേ ദംഭേന, ദംഭം ഹേതുവായിട്ട് അവിധിപൂർവകം, വിധിയാം വണ്ണമല്ലാതെ നാമയജ്ഞൈഹി, ഒരു ഗംഭീര യജ്ഞമാണ്. നാമയജ്ഞൈഹി എന്ന് പറഞ്ഞാൽ പേര് കിട്ടാൻ വേണ്ടി. ഏതെങ്കിലുമൊക്കെ ഉത്സവമൊക്കെ നടക്കുന്നിടത്ത് തൻ്റെ ഫോട്ടോവും വെച്ച് താനാണ് ഇതിൻ്റെ സ്പോൺസർ എന്ന് അവിടെ എഴുതി വയ്ക്കുക. ഇങ്ങനെ വഴിനീള ഫ്ലക്സ് വയ്ക്കുക. ആരാ ഈ വിദ്വാന്മാരെന്ന് ചോദിച്ചതാ ഗീത പറയുന്നു. ഇവരെക്കുറിച്ചാണ് ഗീത പറയുന്നത്. നാമയജ്ഞം ചെയ്യുന്നു ഇവർ. യജന്തേ നാമയജ്ഞൈഹി യജന്തേ. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ ആനയെ അമ്പലത്തിൽ നടയിരുത്തി. ഒരു മാന്യൻ, അയാളുടെ എന്തോ ഒരു ഇതിൽ തോന്നി ചെയ്തതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ ഈ അഹങ്കാരിയായിട്ടുള്ള ദമ്പുള്ള ഈ വിദ്വാൻ ആലോചിച്ചത്, എന്തപ്പോൾ ഇതിനൊരു വഴി? അപ്പോൾ മൂപ്പരുടെ വഴി അവിധിപൂർവകമാണ്, വിധിപൂർവകമല്ല. അങ്ങനെ ആ പാപ്പാനെ സ്വാധീനിച്ചു. പാപ്പാനോട് പറഞ്ഞു, എടോ വില ഇതാ, എന്താ? അവന് 100 കാശ് കൊടുത്തു. 100 അടിക്കുക എന്ന് പറയും. പണ്ടത്തെ രീതിയാണ് അതൊക്കെ. 100 അടിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക. അപ്പോൾ 100 കാശ് കൊടുക്കുക എന്ന് പറയും. ഇത് പഴയ കഥയാണ്. അപ്പോൾ ആ വേലായുധന് 100 കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മണി എൻ്റെ വക,
ആനയുടെ കഴുത്ത് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ മണിയിൽ ഈ വിദ്വാൻ്റെ പേര് വെണ്ട അക്ഷരത്തിൽ എഴുതി അതിൽ പെയിൻ്റൊക്കെ ചെയ്ത് എൻഗ്രേവ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ കാണും ആ മണിയിൽ. അപ്പോൾ ഈ മൊത്തം ആനയെ കൊടുത്തത് ഈ വിദ്വാൻ്റെ വകയിൽ വരും. ഇങ്ങനെയാണ്. ഒരു ട്യൂബ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം തറവാട്ട് പേര് വരെ എഴുതി വെച്ച് ഈ നാമം എഴുതി വെച്ച് പ്രശസ്തി നേടുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്. അവിധിപൂർവകം നാമയജ്ഞൈഹി യജന്തേ, പ്രശസ്തിക്ക് വേണ്ടി, പേരിനും പെരുമയ്ക്കും വേണ്ടി ഇവന്മാർ എന്ത് ചെയ്യുന്നു? ഓരോന്ന് ചെയ്തു കൂട്ടും. അത് ഗുണം പിടിക്കുകയില്ല. ഇതാണ് ഇവരുടെ പരിപാടി. വിസ്തരിക്കുകയാണ് ഇവരെക്കുറിച്ച് വീണ്ടും. അഹങ്കാരം ബലം ദർഭം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തഃ അഭ്യസൂയകാഃ. അഹങ്കാരം, ഞാൻ കേവനാണ് എന്നുള്ള ഒരു വല്ലാത്ത തോന്നൽ, അഹങ്കാരം. അതുപോലെ തന്നെ ബലം, ദർപ്പം, ബാക്കിയുള്ളവരൊക്കെ നിസ്സാരന്മാരാണ്. കാമം, ക്രോധം, വിഷയാഭിലാഷം, ക്രോധം, അതിനാരെങ്കിലും തടസ്സം നിന്നാൽ അതല്ലെങ്കിലും ക്രോധം. ഇതിനെയൊക്കെ ആശ്രിതാഹ, ഇതൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആശ്രയിച്ചിരിക്കുന്നതെല്ലാം ഇത്തരം അസദ്ഗ്രാഹങ്ങളാണ്. സത്തുമായി ബന്ധമില്ലാത്തതിനെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. എന്നിട്ടോ അഭ്യസൂയകാഹ, അസൂയാലുക്കളാണ് അവർ. തേ ആത്മപരദേഹേഷു, തൻ്റെയും അന്യൻ്റെയും, ഇവൻ്റെ ഉള്ളിലും ഞാനുണ്ട്, മറ്റുള്ളവരുടെ ഉള്ളിലും ഞാനുണ്ട്. ആ മാം, എന്നെ, പ്രദ്വിഷന്തഃ ഭവന്തി, അതിനെ നിരാകരിക്കുന്ന, അതിനെ പാടെ വിസ്മരിച്ചിരിക്കുന്ന, ആത്മഹന ജനാഹ എന്ന് പറഞ്ഞല്ലോ, നഷ്ടാത്മാനഹ, അതിനെ ഒന്നുകൂടെ പറയുകയാണ്. വാസ്തവത്തിൽ അവർ അവരുടെ സ്വരൂപമായിരിക്കുന്ന എന്നെയും അതേ ഞാൻ മറ്റുള്ളവൻ്റെ സ്വരൂപമായിരിക്കുന്ന അതിനെയും അപരപീഡ, ഇതാണ് ഇവൻ്റെ വിനോദം. ഇതിൽ ഇവൻ ഇങ്ങനെ ആനന്ദിക്കുക. തുടരുന്നു ഭഗവാൻ. താനഹം ദ്വിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്ര അശുഭം ആസുരീഷ്വേവ യോനിഷു. ഇവരുടെ ഗതി എന്താണെന്ന് പറയാം. ഇതിനൊക്കെ ഒരു എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പോക്ക്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നാണെങ്കിൽ, ദ്വിഷതഃ, ഇവരെങ്ങനെയുള്ളവരാണ്? ദ്വേഷിക്കുന്നവരായി, ക്രൂരാൻ, യാതൊരു വിധത്തിലുള്ള ദാർക്ഷിണ്യവും ഇല്ലാതെ, അശുഭാൻ, എന്താ പറയുക, വൃത്തിഹീനരായി, ഇതൊക്കെ പല ആവർത്തി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വൃത്തിഹീനരായി, നരാധമാൻ, നരാധമന്മാരാണ്, മനുഷ്യന്മാരെ തന്നെയാണ് ഇവർ വധിക്കുന്നത്. അങ്ങനെയുള്ള നരാധമന്മാരായിട്ടുള്ള താൻ അവരെ സംസാരേഷു, ഈ നമ്മുടെ പ്രാപഞ്ചിക ജീവിതത്തിലെ സംസാരേഷു, ആസുരീഷു യോനിഷു, അവർ ഈ ജന്മം കഴിയുമ്പോൾ അവർ ജനിക്കുന്നതേ ഇത്തരം ആക്ടിവിറ്റിയിലാണ്. മുമ്പ് ഇതിലൊരു ചോദ്യം തന്നെ വന്നിട്ടുള്ളതാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികൾ പ്രവേശിക്കുന്നുണ്ടല്ലോ. അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, വളരെ ചെറിയ പ്രായമാണ്. ദുർഗുണ പരിഹാര പാഠശാലയിൽ പോലും ആക്കാനായിട്ടുള്ള പ്രായമല്ല, അതിനു മുമ്പേ തുടങ്ങുന്നു പരിപാടികൾ. എന്തുകൊണ്ടാണ്? ആസുരീഷു യോനിഷു,
അതിനനുസൃതമായി അത്തരം ആക്ടിവിറ്റിക്ക് പറ്റിയ സ്ഥലങ്ങളിൽ ഏവ അഹം അജസ്രം ക്ഷിപാമി. അവനെ അതിലേക്കാണ് തള്ളിവിടുന്നത്. കാരണം അവൻ്റെ യാത്ര അതിനുള്ളതാണ്, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നടക്കുന്നത്. അപ്പം എന്തായി? അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ അവൻ പോകുന്നു. അതിനെ ഭഗവാൻ അടുത്ത ശ്ലോകം കൊണ്ട് ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. ആസുരീം യോനിമാപന്ന മൂഢ ജന്മനി ജന്മനി മാം പ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം. ഇവൻ്റെ ഗതി എന്താണ്? ഇവനിങ്ങനെ കറക്ക് കമ്പനിയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെ ഇവൻ കറങ്ങുന്നത്? ആസുരീം യോനിം ആപന്നാഹ മൂഢാഹ ജന്മനി ജന്മനി മാം അപ്രാപ്യ ഏവ ഹേ കൗന്ദേയ തതഃ യാന്തി അധമാം ഗതി. ഹേ കൗന്ദേയ, അർജുന, ആസുരീം യോനിം ആപന്നാഹ, ആസുരിയായ യോനിയെ, പ്രവേശനത്തെ, ആപന്നാഹ, പ്രാപിച്ചവരായിട്ടുള്ള, തേ മൂഢാഹ, ആ മൂഢന്മാർ, അപ്രാപ്യ മാം ഏവ, എന്നെ പ്രാപിക്കാൻ അവർക്ക് സാധിക്കാതെ, ജന്മനി ജന്മനി, വീണ്ടും വീണ്ടും എന്താണ് അവർ തഥ അധമാം ഗതിം യാന്തി, അതിനേക്കാൾ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കും. അപ്പം ഈ ലോകത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു പോയിന്റാണ്. ഇത് കൈ കഴുകാനുള്ളതല്ല. എന്താണ് ഇവിടെ ചിന്ത ചെയ്യേണ്ടത്? സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ലോകത്തെവിടെയോ ആവട്ടെ, നമ്മുടെ ചുറ്റുപാടിൽ ഈ പല അധാർമികതകളും നമ്മൾ കാണുന്നുണ്ട്. അത് ഏത് ഗണത്തിലാണ്, ഏതിലാ ഇല്ലാത്തത് എന്നൊന്നും പറയണ്ട. ഏത് പ്രകാരത്തിലുള്ളതാണ്? കൊലപാതകങ്ങളാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പീഡനങ്ങളാണോ? പലതും. അത് എന്താ പറയുക, കുടുംബത്തിലുള്ള അമ്മയെയും അച്ഛനെയും ബാക്കിയുള്ളവരെയും കാമുകയും ഒക്കെ വെട്ടിക്കൊല്ലുക, അങ്ങനെ പലതും ചെയ്യുക. ഇതൊന്നും നമ്മളിപ്പോൾ വിസ്തരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റും ഇപ്പോൾ എന്താ പറയുക, ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളും ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ലോകം മുഴുവൻ ഇത് നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ നമ്മൾ പിടിച്ചതിലും വലുത് മാളത്തിൽ എന്ന് പറയുന്നത് പോലെ പല 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 കാര്യങ്ങൾ നടക്കുന്നു. അപ്പം ഇവിടെ നമ്മുടെ ചോദ്യവും നമ്മുടെ ഉത്തരവാദിത്വവും എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനൊരു അറുതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആർക്കാണ് ഇതിന് അറുതി ഉണ്ടാക്കാൻ സാധിക്കുക? സർക്കാരിനാണോ, പോലീസിനാണോ, ഇവിടുത്തെ കോടതിക്കാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇപ്പം ഗീത പറയുന്നത് എന്താ? നമുക്ക് ഓരോരുത്തർക്കും ഇതിനെ എന്ത് ചെയ്യാം? ഇല്ലാതെയാക്കാം. കാരണം എങ്ങനെ? ഞാൻ അങ്ങനെയൊരു ആസുരികമായ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാക്കാലോ. അപ്പം എന്നിൽ നിന്ന് അത്തരം ആസുരികമായ പ്രവണതകളോ ചെയ്തികളോ അതിൻ്റെ ഒരു ഉടമസ്ഥനാകാതിരിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭഗവത് പാദർ ഭാഷ്യത്തിൽ ആരംഭിക്കുമ്പോൾ ആത്മജ്ഞാനമല്ലാതെ ഇതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പം എന്നിൽ ഇത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്ത് അശാന്തി ഉണ്ടാവില്ലല്ലോ, ഞാൻ കാരണമായിട്ട്. പിന്നെയോ എൻ്റെ ഒരു തുടർ പ്രക്രിയയിലും ഞാൻ അതുമായിട്ടല്ല പോകുന്നത്. അപ്പം ഇവനെ നിങ്ങൾ ഇവിടെ ഉന്മൂലനം ചെയ്യുമ്പോഴും ഇവ ഈ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇവൻ പോകുന്നുണ്ട്, പൂർത്തീകരിക്കപ്പെടാത്തത്. പോലീസ് പിടിച്ചു, തൂക്കിക്കൊന്നു, ജയിലിൽ ശിക്ഷ അനുഭവിച്ചു, അവസാനം വരെ അവൻ കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ജയിലുകളും മാറേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ ഉണ്ട്. അവിടെ ഒരു വ്യക്തിയെ സമൂലം നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്.
ലോകം അതൊക്കെ വളരെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പുനർജന്മത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ലാതെ തന്നെ ഇയാളെ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി ഒരു ശാന്ത മനസ്കനായിക്കൊണ്ട് ലോകം വിടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളത്. മറ്റേത് അതല്ല. താൻ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു, ഇനി എന്തൊക്കെ തനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഇന്നവനെയും കൂടെ ശരിയാക്കണമായിരുന്നു, അല്ലെ ഇന്നതൊക്കെ ഒരു കാരണമില്ലാതെയാണ് ചെയ്യുന്നത്. തെരഞ്ഞു പിടിച്ച് കുട്ടികളെ അല്ലെങ്കിൽ വൃദ്ധന്മാരെ ആരെ എന്ത് ഏതെന്നൊന്നുമില്ല, ഒരു വിനോദം എന്ന കണക്കെ നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അപ്പം ഇതെന്താണ്? അതിലും വലിയ ഗർത്തത്തിലേക്ക് ഞാൻ എന്താണ് ഇവന്മാരെ തള്ളിയിടുന്നു, ഈ മൂഢന്മാർ. കാരണം അവർ ചോദിച്ചു മേടിക്കുകയാണ്. അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതൊക്കെ ഒന്ന് നേരെയാക്കി കൂടെ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചിന്ത. അങ്ങനെ നേരെയാക്കാനൊന്നും അങ്ങനെ ഒരാൾ ഇല്ല, ഉള്ളത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുക. നമ്മുടെ ചിന്ത അതാണ്. ഇത് സ്വതന്ത്രമാണ്. ഇത് ഈ പറഞ്ഞ ഒരു ആറ്റം ബോംബ് പോലത്തെ ഒരു ഒന്നാണ്. ഇതിന് 2 ശേഷിയുണ്ട്. നശീകരണവും ഉണ്ട്, അനുഗ്രഹവും ഉണ്ട്. പ്രകൃതിയിലെ എല്ലാ ശക്തിയിലും ഇത് രണ്ടും ഉള്ളത് ഒരുമിച്ചുള്ളതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നരകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ നരകത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്ന പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമ ക്രോധ തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. 3 ഡോറുകളാണ് ഈ നരകത്തിലേക്കുള്ള ഡോർ. 3 നരകം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒന്നല്ല, മനസ്സിലാക്കൂ. നരകത്തിൻ്റെ 3 വാതിലുകളുണ്ട്. ഏതൊക്കെയാണ് നരകത്തിൻ്റെ ഈ 3 വാതിലുകൾ? വളരെ പ്രധാനപ്പെട്ട വാതിലുകളാണ്. ഇതങ്ങനെ തേക്കിലൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ കൊത്തുപണിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുക. ത്രിവിധം നരകസ്യ ഇതം ദ്വാരം നാശനമാത്മനഃ കാമ ക്രോധ തഥാ ലോഭഃ. കാമഃ കാമം, ക്രോധം തഥാ ലോഭഃ അപ്രകാരം ലോഭം, ആഗ്രഹങ്ങൾ, ആശകൾ, ഇതം ത്രിവിധം ആത്മനഃ നാശനം നരകസ്യ ദ്വാരം. നമ്മളെ ഈ 3 ആത്മാവിന് നാശമുണ്ടാക്കുന്ന, നമുക്ക് തന്നെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന നരകത്തിൻ്റെ ദ്വാരം. എന്ത്? കാമം, ക്രോധം, ലോഭം. അതുകൊണ്ട് ഏതത്രയം ത്യജേത്, ഈ 3നെയും ത്യജിക്കേണ്ടതാകുന്നു. അപ്പൊ നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ, നരകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരകത്തിന്റെ ഡോറിന്റെ മുകളിൽ നിന്നിട്ടാണ് ചോദിക്കുന്നത്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ നരകമേ ഉള്ളൂ. എവിടെയാ നരകം? ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്. അതൊക്കെ വേറെ ഏതെങ്കിലും സ്ഥലമല്ല. അതുകൊണ്ട് ഈ 3 വാതിലുകൾ വളരെ പ്രധാനപ്പെട്ട വാതിലുകളാണ്. ഈ 3 ഈ വാതില് ഇതിങ്ങനെ തുറന്ന് കിടക്കുക. അതുകൊണ്ട് ഈ വാതിലേ ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ ഈ വാസ്തുക്കാർ വരുമ്പോൾ വീട്ടിൻ്റെ വാതിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാതിലെടുത്ത് ഇപ്പുറത്ത് വെച്ച്, ഇവിടുത്തെ ജനലെടുത്ത് അപ്പുറത്ത് വെച്ച് ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടല്ലോ. ഈ വാസ്തുക്കാരെയൊന്നും വീട്ടിൽ കയറ്റുകയും ചെയ്യരുത്. എന്നാൽ തന്നെ നിങ്ങളുടെ വീട്ടിന് സമാധാനം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഉള്ള ശാന്തി സമാധാനവും എല്ലാം കളയുന്നത് അവരാ. നല്ല ഡോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവിടെ എന്താണെന്ന് അറിയും, ചെടിച്ചട്ടിയൊക്കെ വെച്ച് നിറച്ചിരിക്കുക. എന്നിട്ട് ഏതോ വാസ്തുക്കാരൻ പറഞ്ഞു അതിലേ കടക്കരുത്, ഇപ്പുറത്ത് കൂടെ കടക്കണം. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല എൻട്രൻസ് ആണ്. ആ എൻട്രൻസ് മൊത്തത്തിൽ അവർ ചെടികളൊക്കെ വെച്ച് ചട്ടിയൊക്കെ വെച്ച് ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്, അപ്പുറത്ത് കൂടെ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഉത്തരം പറയില്ല. പറയാം അവിടെ ഇങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ
അങ്ങനെ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ടോപ്പിക്ക് മാറ്റും. അതല്ല, നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. ഓ വാസ്തുകാരൻ വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അത് പറയാൻ മടിയാണ് നമ്മളോട്. കാരണം എന്താ, അവർക്ക് തന്നെ അറിയാം ഇതൊരു ഉടായിപ്പാണ്, ഈ ഉടായിപ്പാണ് ഞങ്ങൾ എന്ന് പറയുകയാണ് അവർ. അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു വാസ്തു വിദ്വാൻ വന്നു, ആ വാസ്തു വിദ്വാൻ പറഞ്ഞു ഇതിലേ കയറരുത്, അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഇരിക്കുകയാണ്, അപ്പോൾ ഇതിലെയാണ് കയറേണ്ടത്, അതാണ് വീട്ടിൽ ദോഷമുണ്ടാവും എന്ന് പറയാൻ നമുക്ക് എന്താ ധൈര്യമില്ലാത്തത്? അപ്പം തന്നെ നമുക്കറിയാലോ നമ്മൾ ഈ ഉടായിപ്പിനെ താലോലിക്കുന്നവരാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഈ ചില വ്രണങ്ങളെ നമ്മളിങ്ങനെ മാന്തി അതിൽ കടമ്മനിട്ടയുടെ കവിത പോലെ ഇങ്ങനെ ചീർപ്പുകൊണ്ട് ഇതാക്കുന്ന ഒരു പരാമർശം നടത്തുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പം അതുപോലെയാണ് നമുക്കിത്. അപ്പം നമ്മളാണ് ഇത്തരം എല്ലാ ഈ ജ്യോതിഷൻ്റെ കാര്യമാണെങ്കിലും, എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല കേട്ടോ. എന്നിട്ട് വീട്ടിൽ ഇത്തരം ചവറ് മാസികകൾ കാണാം, എല്ലാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതാണ്. ഫോണിൻ്റെ എന്താ പറയുക, സ്ക്രീൻ സേവർ ഒരു രക്ഷയില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചത് കൊണ്ടോ വീട്ടിലിങ്ങനെ വെച്ചത് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? നമ്മളല്ലേ ഇതിൻ്റെ പ്രധാന കേന്ദ്രം, നമ്മളിലല്ലേ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പോകേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗീതയൊന്നും ആ നിലയിൽ ഗീതയെ നമുക്ക് നോക്കാം. ഗീത എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നരകത്തിൻ്റെ ഈ 3 വാതിലുകളെക്കുറിച്ച്. ഇങ്ങനെ ഓരോന്നും പറയുകയാണ്, വിസ്തരിച്ച് അങ്ങോട്ട് പറയുകയാണ്. അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ പിറകെ പോയി ഇത് 4 അക്ഷരം പഠിക്കൂ, നിങ്ങൾ ഇത് കേൾക്കൂ. ഇന്ന് ഞാൻ അവിടെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി, ഇവിടെ പോയി, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെയും കൂടെ ഇങ്ങനെ കറക്കുകയാണ്. അതിന് പകരം ഇതൊക്കെ കാണാനും കേൾക്കാനും നിങ്ങൾ അവരെ പ്രേരിപ്പിക്കും. 10 പൈസയുടെ ഗുണം അതിൽ നിന്നുണ്ടാവില്ല, നമ്മൾ ഗ്യാരണ്ടിയാണ്, ഒരു സംശയം വേണ്ട. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.